പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ ആ കൃപ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഇന്ന് പകൽക്കാലം 2 സഹോദരിമാരെ കുറിച്ചാണ് പ്രസംഗിക്കാൻ പോകുന്നത്. പ്രൈസ് ഗോഡ്. ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന, ദൈവം സ്നേഹിക്കുന്ന, ദൈവമായിട്ട് അടുപ്പം വന്നിട്ടുള്ള ഒരു കുടുംബം. നമുക്ക് വായിക്കാം ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. അവൾക്ക് മറിയ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിന്റെ കാൽക്കൽ ഇരുന്നവന്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്ക് വന്ന്, കർത്താവ് എന്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുന്ന നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. കർത്താവ് അവളോട്, മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കുകയുമില്ല. മതി. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ വായിച്ച വാക്യം ഏതാ? അത് വളരെ മോശമായി പോയി അല്ലേ? ഞാൻ നോക്കിയിരിക്കുമായിരുന്നു ഓരോരുത്തരെ. ഇതുപോലെ ഇനി ഇത് ഈ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞ്, ഇല്ലെങ്കിൽ ഇതുപോലെ ഞാൻ ചോദിക്കും ഇടയ്ക്ക്. ഓക്കെ, ഞാൻ പറയുമ്പോൾ അവർ പല ബിസിനസ്സാണ്. സ്തോത്രം. ഓക്കെ, അപ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലാണ് നമ്മൾ വായിച്ചത്. ലൂക്കോസിൻ്റെ സുവിശേഷം മറ്റ് സുവിശേഷങ്ങളിൽ നിന്ന് ഒത്തിരി പ്രത്യേകതയുണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷത്തിന്. ലൂക്കോസ് ആരായിരുന്നു? വൈദ്യനായിരുന്നു. ആ, കർത്താവിൻ്റെ ഇവര് മൗനം എന്ത്? കർത്താവിൻ്റെ അപ്പോസ്തലന്മാരുടെ ഗണത്തിലുണ്ടോ? ഇല്ല. അവിടെ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു, അതുകൊണ്ട് അങ്ങനെ ചോദിച്ചേ. ചിലരെങ്കിലും കർത്താവിനെ പിൻപറ്റിയ അപ്പോസ്തലനായ പൗലോസിനോടൊപ്പം മിഷണറി യാത്രയിലൊക്കെ പങ്കാളിയായ ഒരു വ്യക്തിയായിരുന്നു ലൂക്കോസ്. അപ്പോൾ ആ ലൂക്കോസ് ഒരു വൈദ്യനായിരുന്നു എന്നൊക്കെ നമുക്കറിയാൻ കഴിയും. അപ്പം ആ ലൂക്കോസ് എഴുതിയ ഒരു സുവിശേഷമാണ് ഈ ലൂക്കോസിൻ്റെ സുവിശേഷം. മറ്റു സുവിശേഷങ്ങളിൽ ഒത്തിരി പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെയും ദൈവത്വത്തെയും, ഹ്യൂമാനിറ്റി ആൻഡ് ഡിവിനിറ്റി, ദൈവത്തിൻ്റെ ആ മനുഷ്യത്വത്തെയും ദൈവത്വത്തെയും ഒരുപോലെ പ്രകീർത്തിച്ചിരിക്കുന്ന, എടുത്തു കാട്ടിയിരിക്കുന്ന ഒരു സുവിശേഷമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം. അപ്പോൾ ഈ ലൂക്കോസ് പൗലോസിൻ്റെ മിഷണറി യാത്രയോട് ചെയ്ത അല്ലെങ്കിൽ ഒപ്പം ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. സുവിശേഷങ്ങളിൽ ഈ ലൂക്കോസിൻ്റെ സുവിശേഷം നമ്മൾ വായിച്ചാൽ ഏതാണ്ട് 10 ഉപമകളും 6 അത്ഭുതങ്ങളും 22 പ്രഭാഷണങ്ങളും സംഭവങ്ങളുമാണ് ഈ സുവിശേഷത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ 10-ാം അധ്യായത്തിലേക്ക് വന്നാൽ, ഈ 10-ാം അധ്യായം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. യേശു അവരിൽ നിന്ന് 70 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തിട്ട് എന്തോ അയച്ചു? ഓരോ പട്ടണത്തിലേക്ക് സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുമ്പായി ഈരണ്ടായി അയച്ചു. മതി, ആ ഭാഗം നിങ്ങൾ നോക്കണ്ട, ശ്രദ്ധിക്കണ്ട, ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. അയച്ച ദൗത്യം പോയി സുവിശേഷം പറയുക, രോഗികളെ സൗഖ്യമാക്കുക, അങ്ങനെയുള്ള ഒരു സുവിശേഷ ദൗത്യവുമായിട്ട് അവരെ അയച്ചു. എന്നിട്ട് 17-ാം വാക്യം മുതൽ വീണ്ടും നമ്മൾ താഴോട്ട് വരുമ്പോൾ ഈ പോയ 70 പേര് മടങ്ങി വന്നിട്ട് യേശുവിന് കൊടുക്കുന്ന റിപ്പോർട്ടാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അവർ വന്നിട്ട് ഇങ്ങനെയാ പറയുന്നത്: നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി. അപ്പോൾ അതൊരു വലിയ പല കാര്യങ്ങളുണ്ട്. അപ്പം ഇവർ ചെയ്ത ശുശ്രൂഷ, അല്ലെങ്കിൽ ഒത്തിരി ശുശ്രൂഷകളൊക്കെ ചെയ്ത് ഇവർക്ക് ചെയ്ത ശുശ്രൂഷയുടെ റിപ്പോർട്ട് കൊണ്ടുവന്ന് യേശുവിന് കൊടുക്കുക. ഞങ്ങൾ അത് ചെയ്തു, ഇത് ചെയ്തു, ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ നേരെ തട്ടിയപ്പോഴത്തെ രോഗികൾ സൗഖ്യമായി, ഞങ്ങൾ തൊട്ടപ്പോഴത്തേക്ക് ഭൂതങ്ങൾ താഴെ വീണു, ഞങ്ങൾ ചില വീട്ടുകളിൽ ചെന്നപ്പോൾ അത്ഭുതങ്ങൾ, ഇങ്ങനെയുള്ള വലിയൊരു വിവരണമാണ് ഇവർ കൊടുക്കുക യേശുവിന്. അപ്പോൾ യേശുവ് ഈ വിവരണങ്ങളൊക്കെ കേട്ടപ്പോൾ യേശുവിന് ഒരു കാര്യം മനസ്സിലായി. ഇവർ ചെയ്തപ്പോൾ ഒരു ദൈവപ്രവൃത്തിയൊക്കെ വെളിപ്പെട്ടിട്ടുണ്ട്. കാരണം യേശു ഇവർ പോയി ഭൂതങ്ങളെ പുറത്താക്കുമ്പോൾ യേശു കാണുന്ന ഒരു കാഴ്ചയുണ്ട്. എന്തോ യേശു കണ്ടേ? അത് തന്നെ, സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. അത് ശിഷ്യന്മാർ കണ്ടെന്നല്ല പറഞ്ഞേ, യേശു കണ്ടു. ഇവരിത് ചെയ്തപ്പോൾ ഇങ്ങനെ സാത്താൻ വീഴുന്നതൊക്കെ യേശു കണ്ടു. അപ്പോൾ യേശു ഇതെല്ലാം കഴിഞ്ഞിട്ട്, ഇവരുടെ വിവരങ്ങളെല്ലാം കേട്ടു. ഞങ്ങൾ വലിയ അത്ഭുതങ്ങൾ ചെയ്തു, കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് യേശു ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ യേശു അവസാനം അവരോട് പറയുക,
എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല. എന്നിട്ട് യേശു പറയാ, നിങ്ങൾ ഇത്തിരിയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു, എങ്കിലും ഈ ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലോ. നിങ്ങൾ ചെയ്ത വലിയ കാര്യങ്ങൾ എടുത്തു പറയുന്നതിനകത്തൊന്നും ഒന്നുമല്ല കാര്യം. കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ പേര് സ്വർഗ്ഗത്തിൽ എഴുതിയിരിക്കുന്നു. ഇവിടെയാ ചിന്തനീയമായൊരു വിഷയം. ഓക്കെ, ഇവർ ചിന്തിച്ചത് ഇതാണ് വലിയ കാര്യം. ഇവർ ചിന്തിച്ചു യേശു ഞങ്ങൾ ചെയ്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ അങ്ങ് ഒത്തിരി അഭിനന്ദിക്കാൻ പോവുകയാണ്, യേശു ഞങ്ങളെ അങ്ങ് അടുത്തൊരു തലത്തിലേക്ക് മാറ്റാൻ പോവുകയാണ് എന്നൊക്കെയാണ് ഒരു പക്ഷേ ഇവർ ചിന്തിച്ചത്. പക്ഷേ യേശു പറഞ്ഞു, മക്കളെ, നിങ്ങൾ ചെയ്ത വലിയ കാര്യങ്ങളൊന്നാൽ. ഇപ്പം യേശുവിന് ഒരു കാര്യം ഇവർക്ക് മനസ്സിലായി, സ്വർഗത്തിൽ പേരില്ലെങ്കിലും കുറേയൊക്കെ ചെയ്യാൻ പറ്റും അല്ലേ? സ്തോത്രം. കാരണം ഇവരോട് പറയാ, നിങ്ങൾ അത്ഭുതം ചെയ്യുന്നതിനകത്തല്ല കാര്യം, പിന്നെയോ സ്വർഗത്തിൽ നിങ്ങളുടെ പേര് എഴുതിയിരിക്കുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഏത് കാര്യം ചെയ്യുന്നതിനേക്കാൾ വലുത് എന്താണ്? നമ്മുടെ പേര് സ്വർഗത്തിൽ ഉണ്ടോ എന്നുള്ളതാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ഒത്തിരി ഒരു കാര്യം വ്യക്തമാണ്, പേരില്ലെങ്കിലും ആരാധിക്കാം, പേരില്ലെങ്കിൽ ഉപവസിക്കാം, പേരില്ലെങ്കിൽ കൈകൊട്ടാം, പേരില്ലെങ്കിലും നമ്മൾ മുന്നിൽ നിൽക്കാം. ഇതെല്ലാം പേരില്ലെങ്കിലും നടക്കും. പക്ഷേ നമ്മൾ എത്ര ആരാധിച്ചാലും എത്ര ഭക്തിയോടെ നിന്നെന്ന് പറഞ്ഞാലും സ്വർഗത്തിൽ പേരില്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനമില്ല. അടിസ്ഥാനപരമായ കാര്യം നമ്മുടെ പേര് സ്വർഗത്തിൽ ഉണ്ടെന്നുള്ളതാണ്. അപ്പോ സ്തോത്രം, ഇവിടെ നമ്മുടെ പേര് എഴുതിയിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കും. ഇവിടെ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊന്ന് ശോധന ചെയ്യണം. യേശു പറഞ്ഞു, നിങ്ങൾ അത്ഭുതങ്ങൾ ചെയ്തു. ഇവർ മോശക്കാരൊന്നുമല്ല. യേശു പറഞ്ഞു വിട്ട, യേശുവിനെ കണ്ട, യേശുവിൽ കൂടെ അത്ഭുതങ്ങൾ അനുഭവിച്ച യേശുവിൻ്റെ ശിഷ്യന്മാരാണ്. അപ്പോസ്തലന്മാരല്ല, ശിഷ്യന്മാര്. സ്തോത്രം. ഇവര് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് യേശു അവരോട് അത് പറഞ്ഞെങ്കിൽ, ഇന്ന് പകൽക്കാലം നമ്മളെ നോക്കി യേശു എന്താ പറയുന്നേ? നമ്മുടെ പേര് സ്വർഗത്തിലുണ്ടോ? വെളിപ്പാട് പുസ്തകം ഇന്നേ പറയുന്നു, പേരെഴുതി കാണാത്ത ആരും സ്വർഗത്തിൽ പ്രവേശിക്കത്തില്ല. നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ പേര് സ്വർഗത്തിൽ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണണം എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ താഴോട്ട് വായിക്കുമ്പോൾ അതിൻ്റെ 38-ാം വാക്യത്തിലേക്കാണ് നമ്മൾ വരുന്നത്. അതിൻ്റെ മുകളിലുള്ള കാര്യങ്ങളാണ് നമ്മൾ വായിച്ചത്. ഇനി 38-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവൻ പിന്നെ യാത്ര പോകയിൽ ഒരു ഗ്രാമത്തിലെത്തി. ഓക്കെ, മതി. അപ്പൊ അവിടെ എവിടത്തേക്കുള്ള യാത്രയാ അവിടെ പറയുന്നുണ്ട്. അവൻ യാത്ര പോകും. മുകളിലൊരു ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ യേശു യെരുശലേമിലേക്ക് പോകുക, യെരുശലേമിലേക്ക്. അപ്പം ഒരു ക്രൂശിലേക്കുള്ള യാത്ര അവിടെ കാണുന്നത്. ഈ യാത്ര എന്ന് വെച്ചാൽ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ മരിക്കുവാൻ പോകുന്നൊരു യാത്ര, യെരുശലേമിലേക്കുള്ളൊരു യാത്ര, പാപഭാരം പേറിയുള്ളൊരു യാത്ര. അപ്പോ ഈ യാത്രയുടെ മധ്യത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ് 38-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം യേശു യെരുശലേം വഴി ബേഥാന്യ വഴി ഇങ്ങനെ പോകുന്നെന്ന് അവിടെ ഉള്ളൊരു കുടുംബം കേട്ടു. ഓക്കെ, ആ കുടുംബം കേട്ട് കഴിഞ്ഞപ്പോൾ ആ കുടുംബത്തെ ആരാണ്? ഏത് കുടുംബം അത്? ലാസറിന്റെ കുടുംബം, മാർത്തയുടെയും മറിയയുടെയും കുടുംബം. അപ്പോൾ ആ പാർത്തിരുന്ന കുടുംബം അത് അറിഞ്ഞു. അപ്പോൾ ആ കുടുംബം അവിടെ കാണാൻ കഴിയുന്നു. ഇവർ അപ്പോൾ ഈ സുവിശേഷത്തിലെ നമുക്ക് ഈ കുടുംബത്തെക്കുറിച്ച് ചിന്തിച്ചാൽ, ഏതാ മാർത്തയുടെയും മറിയയുടെയും കുടുംബത്തെ അല്ലെങ്കിൽ ലാസറിന്റെ കുടുംബത്തെ ചിന്തിച്ചാൽ സുവിശേഷങ്ങളിൽ പറയപ്പെടുന്ന ചില കുടുംബങ്ങളുണ്ട്, എപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്ന ചില കുടുംബങ്ങളുണ്ട്. അതിലൊരു കുടുംബമായി ഈ കുടുംബം. കാരണം ഈ കുടുംബത്തിന്റെ പ്രത്യേകത അവർ പറഞ്ഞിരിക്കുന്നതാണ്, യേശു സ്നേഹിച്ചൊരു കുടുംബമാണ്. എപ്പോഴൊക്കെ യേശു അതുവഴി പോയാലും കയറാൻ ആഗ്രഹിക്കുന്ന ഒരു കുടുംബമായത്. സ്തോത്രം. മനസ്സിലായോ? ആ ഇന്റിമസി മനസ്സിലായോ? എല്ലാത്തിനൊന്നും യേശു കയറത്തില്ല, പക്ഷേ യേശു കയറാൻ ആഗ്രഹിക്കുന്ന ഒരു കുടുംബം, വന്ന് പാർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുടുംബം. സ്തോത്രം. ആ കുടുംബത്തിലേക്ക്, അപ്പം ഈ കുടുംബത്തിന് ആ ഒരു നിലയിലുള്ളതായ പ്രത്യേകതയുണ്ട്. അപ്പം അങ്ങനെ ഈ യേശു കുടുംബത്തിലേക്ക് വരുന്ന അല്ലെങ്കിൽ യാത്ര പോകുമ്പോൾ അവിടേക്ക് കയറുന്ന ഒരു സംഭവമാണ് നമ്മൾ ഈ 10-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഭവനത്തെ കുറിച്ച് ചിന്തിച്ചാൽ അവിടെ പ്രധാനമായിട്ടും എത്ര പേരുണ്ട്? നമ്മൾ ഇവിടെ വായിക്കുന്നിടത്ത് 3 പേരില്ല, ഇവിടെ 2 പേരേ ഉള്ളൂ. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് പോകുമ്പോൾ 3 പേരെയും കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ യാത്രയിൽ യേശു 3 പേരെ അവിടെ കാണുക. സ്തോത്രം.
ഒന്നാമതായി ശ്രദ്ധിച്ചേ, ഈ യാത്രയിൽ അതിന് 38 അവിടെ യേശു ബെഥാനിയിൽ കൂടെ പോകുക. ഈ മാർത്തയും മറിയയും ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ട് എൻ്റെ ചിന്തയിൽ, എൻ്റെ ഈ ഉപമയിൽ പറയാ, ഇവർ ആ പോകുന്ന വഴിയിലേക്ക് ചെന്നിട്ട്, സ്തോത്രം, യേശുവിനെ എന്ത് ചെയ്ത് പറഞ്ഞിരിക്കുന്നേ? കൈക്കൊണ്ടു. ശ്രദ്ധിക്കേ, ഈ വരുന്ന അറിഞ്ഞിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നു, അവർ യേശുവിനെ ഭവനത്തിലേക്ക് ക്ഷണിക്കുക, കൈക്കൊള്ളുക, അല്ലേ? യേശുവിന് ശ്രദ്ധിക്കണം, വലിയൊരു ദൗത്യമായിട്ടാണ് യേശു ബെഥാനി കൂടെ നടന്നു പോകുന്നേ. വലിയ ഉത്തരവാദിത്വമായിട്ടാണ് പറഞ്ഞു പോകുന്നത്. പക്ഷേ യേശുവിന് വേണമെങ്കിൽ എക്സ്ക്യൂസ് പറയാം, അല്ലേ? ഈ ഭവനത്തിൽ ഇതിൻ്റെ ഇടയിൽ അകത്തോട്ട് കയറാൻ അപ്പോൾ പറയാം, അയ്യോ മക്കളെ, ഞാൻ നല്ല തിരക്കിലാണ്. ഇന്നത്തെ നിലയിലുള്ള യേശുമാരൊക്കെ അങ്ങനെ ഒരു പക്ഷെ പറയുന്നത്, അല്ലേ? കാരണം തിരക്കില്ലെങ്കിലും തിരക്കാണെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു കഴിഞ്ഞ് പോന്ന യേശുമാർ ഇന്നത്തെ കാലത്തുണ്ട്. എന്നാൽ നമ്മുടെ യേശു അങ്ങനെ അല്ലായിരുന്നു. സ്തോത്രം. അവിടെ കാണാൻ കഴിയുന്നത്, യേശുവിന് വേണമെങ്കിൽ എക്സ്ക്യൂസ് പറയായിരുന്നു, പക്ഷേ യേശു എക്സ്ക്യൂസ് പറഞ്ഞില്ല. യേശുവിനെ അവർ വിളിച്ചപ്പോൾ ഭവനത്തിലേക്ക് വിളിക്കുക. അപ്പോൾ ആ ഭവനത്തിലേക്ക് വിളിക്കുമ്പോൾ, സ്തോത്രം, യേശു ആ ഭവനത്തിലേക്ക് ചെല്ലാൻ തയ്യാറായി. ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ യേശുവിൻ്റെ പ്രത്യേകത, എത്ര തിരക്കാണെങ്കിലും വിളിച്ചാൽ വരുന്നൊരു യേശുവാണ്. ആമേൻ, ഹല്ലേലൂയ. ആരെല്ലാം വിളിച്ചിട്ടുണ്ടോ അവരുടെ അരികിലേക്ക് യേശു വന്നിട്ടുണ്ട്. ഇവിടെ ഈ ഭവനം യേശുവിനെ വിളിച്ചപ്പോൾ, ക്ഷണിച്ചപ്പോൾ, യേശു പോകുന്ന ദൗത്യം മാറ്റിവെച്ചിട്ട് ഈ ഭവനത്തിലേക്ക് ചെല്ലുക. അതാണ് അവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണേ, നമ്മൾ ഒരു കാര്യം മനസ്സിലായാൽ, എവിടെയൊക്കെ യേശു യാത്ര ചെയ്യുമ്പോൾ യേശുവിനെ വിളിച്ചാൽ ഒന്നുകിൽ അവൻ നിൽക്കും, ഇല്ലെങ്കിൽ അവൻ ആ വീട്ടിൽ ചെന്നിരിക്കും. സ്തോത്രം. അതാ യേശുവിൻ്റെ പ്രത്യേകത. നമ്മൾ ലൂക്കോസിന്റെ 10-ാം അധ്യായം അതിൻ്റെ 37-ാം അധ്യായം 36-ാം വാക്യം വായിക്കുമ്പോൾ, ഒരു പരീശനായ മനുഷ്യൻ, അവൻ്റെ പേര് ശീമോൻ. പരീശന്മാരിൽ ഒരുത്തൻ തന്നോടുകൂടെ ഭക്ഷണം കഴിപ്പാൻ അവനെ ക്ഷണിച്ചു. ശ്രദ്ധിച്ചേ, അപ്പോ ഒരു മനുഷ്യൻ യേശുവിനെ ക്ഷണിക്കുക. അപ്പൊ ഈ ക്ഷണിച്ചവന്റെ കൂടെ ആര് പോയി? യേശു പോയി. സ്തോത്രം. വീണ്ടും അതിന്റെ 24-ാം അധ്യായം 29-ാം വാക്യത്തിൽ ക്ലയോപ്പാവിനെ കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, 24-29 അവിടെയും കാണുന്നുണ്ട്. അവർ ഇങ്ങനെ യാത്ര പോകുമ്പോൾ, അവരോ ഞങ്ങളോടുകൂടെ പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവൻ അവനോടുകൂടെ പാർപ്പാൻ പോയി. ഓക്കെ, സ്തോത്രം. 8-ാം അധ്യായം അതിന്റെ 42-ാം വാക്യം വായിച്ചേ, ലൂക്കോസ് സുവിശേഷം. അവൻ ഏകദേശം 12 വയസ്സുള്ള ഏകജാതയായ ഒരു മകൾ ഉണ്ടായിരുന്നു. അവൾ മരിപ്പാറായതുകൊണ്ട് തന്റെ വീട്ടിൽ വരണമെന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ പോകുമ്പോൾ പുരുഷാരം അവനെ തിക്കിക്കൊണ്ടിരുന്നു. ശ്രദ്ധിച്ചേ, ഇവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്, അവരൊക്കെ യേശുവിനെ എങ്ങോട്ട് ക്ഷണിച്ചു? അവരുടെ ഭവനത്തിലേക്ക് ക്ഷണിച്ചു. ക്ഷണിച്ചവന്റെ കൂട്ടത്തിൽ യേശു പോയി. ഇന്ന് പകൽക്കാലം ഇതിനൊക്കെ തിരിക്കുമ്പോൾ നമുക്ക് യേശുവിനെ ക്ഷണിക്കണം. ചില മേഖലകളിൽ യേശുവിനെ ക്ഷണിക്കണം. ക്ഷണിച്ചാൽ അവൻ വരും. അവൻ വന്നാൽ അവിടെ അത്ഭുതം ഉണ്ടാകും. അവൻ വന്നാൽ അവിടെ ഇടപെടും. അവൻ വന്നാൽ അവിടെ അത്ഭുതങ്ങൾ നടക്കും. സ്തോത്രം. ശ്രദ്ധിച്ചു നോക്കിക്കേ, ഈ ഭവനങ്ങളിലൊക്കെ പോയിട്ട് എന്തെങ്കിലും ഒരു മിറക്കിൾ നടക്കാതെ അവിടെ പോയിട്ടുണ്ടോ? അങ്ങനെ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഭവനത്തിനകത്ത്, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് യേശു വന്നാൽ ഒരു കാര്യം ഉറപ്പാ, ഒരു അത്ഭുതം അവിടെ നടന്നിരിക്കും. ഒരു ദൈവിക പ്രവൃത്തി അവിടെ നടന്നിരിക്കും. അല്ലയോ? സ്തോത്രം. ഏതെങ്കിലും വിഷയത്തിൽ യേശു ജീവിതത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവർ യേശുവിന്റെ കർത്താവേ ഒന്ന് വരണേ, അവൻ വന്നിരിക്കും. ഇവിടെ സ്തോത്രം, യേശുവിനെ ക്ഷണിച്ചു. കാനാവിലെ കല്യാണത്തിന് യേശുവിനെ ക്ഷണിച്ചു. സ്തോത്രം. യേശുവിന് വേണമെങ്കിൽ പോകാമായിരുന്നു, പക്ഷേ യേശു അവിടെയും ചെന്നു. യേശു അവിടെ വന്നതുകൊണ്ടല്ലേ അവരുടെ പ്രശ്ന സങ്കീർണമായ അവസ്ഥയിൽ ഒരു പരിഹാരം ലഭിച്ചത്? യേശു അവിടെ വന്നത് കൊണ്ടല്ലേ അവർ ലജ്ജിക്കാതെ ഇടവന്നത്? യേശു അവിടെ വന്നത് കൊണ്ടല്ലേ അവരുടെ പ്രശ്നത്തെ യേശു പരിഹരിച്ചത്? അങ്ങനെ ഇന്ന് പകൽക്കാലം അല്ലെ ചില മേഖലകളിലൊക്കെ നമ്മൾ യേശുവിനെ ഒന്ന് ക്ഷണിക്കണം. നമ്മൾ ദൈവമക്കളാന്ന് നടക്കുകയല്ല, കർത്താവിന്റെ പറഞ്ഞ, കർത്താവ് ഇന്ന് നീ എന്നോടൊന്ന് വന്ന് പാർക്കണേ, ഇന്ന് എൻ്റെ ജീവിതത്തിൽ നിന്ന് വരണേ, എൻ്റെ കുടുംബത്തിൽ നീ ഒന്ന് വരണേ. സ്തോത്രം. അല്ലേ? അപ്പോൾ ഈ ഭവനത്തിലേക്ക്, അപ്പം രണ്ടാമത് ശ്രദ്ധിക്കണേ, ഈ ഭവനത്തിലേക്ക് യേശു വരിക. അപ്പോൾ നമ്മുടെ ഈ ഭവനം യേശുവിന് വരുവാൻ തക്കവണ്ണം, പാർക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ഭവനമായിരുന്നു. ഇന്ന് പകൽക്കാലം നമ്മുടെ ഭവനത്തിനകത്ത് യേശു വന്നാൽ എങ്ങനെ ഇരിക്കും? സ്തോത്രം. നമ്മുടെ ഭവനത്തിനകത്ത് യേശു വന്നാൽ യേശുവിന് വാസം ചെയ്യാൻ പറ്റുമോ? നമ്മുടെ ജീവിതത്തിലേക്ക് യേശു വന്നാൽ യേശു അവിടെ സ്ഥിരമായി വാസം ചെയ്യാൻ പറ്റുമോ? സ്തോത്രം. നമ്മുടെ ഭവനം യേശു വസിക്കാൻ കഴിയുന്ന ഒരു ഭവനമായിരിക്കണം. അപ്പോൾ ഇവിടെ ഇൻവൈറ്റ് ജീസസിനെ നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ പ്രശ്നത്തിലേക്ക്, നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ ക്ഷണിക്കണം. അപ്പോൾ ഈ ഭവനത്തിൽ 3 പേരെ കുറിച്ചാണ് നമ്മൾ കാണേണ്ടത്.
ഒന്ന് മാർത്ത, ഒന്ന് മറ്റൊന്ന് മറിയ, ലാസർ യോഹന്നാന്റെ സുവിശേഷമുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 3 പേരെ കുറിച്ച് ചെറുതായിട്ടൊന്ന് വിവരിച്ചിട്ട് ഞാൻ നിർത്താൻ താല്പര്യപ്പെടുക. ഒന്നാമതായി നമുക്ക് ആരിലേക്ക് പോകാം? മാർത്തയിലേക്ക് തന്നെ പോകാം അല്ലേ? ഓക്കെ. ഈ സ്തോത്രം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. മാർത്ത എന്താ ചെയ്തേ? അവർക്ക് ഒരു വിരുന്നൊരുക്കി. യോഹന്നാന്റെ സുവിശേഷത്തിൽ എങ്ങനെ പറഞ്ഞിരിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷത്തിൽ അവന് ഒരു വിരുന്നൊരുക്കി. അപ്പം ഈ മാർത്ത ഇപ്പൊ എവിടെയാ? യേശു വന്നു. യേശു തന്നല്ല, യേശുവിൻ്റെ കൂടെ ആരുണ്ട്? പണ്ട് അപ്പോസ്തലന്മാർ 12 പേരുണ്ട്. അപ്പോൾ അവരെല്ലാം കൂടെ യേശു ഈ മാർത്തയുടെ ഭവനത്തിലേക്ക് വന്നു. ഈ മാർത്തയുടെ ഭവനത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ മാർത്ത ഇപ്പോൾ എന്ത് ചെയ്യുന്നേ? അവർക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കുക, ഒരു വിരുന്നൊരുക്കുക. അത്യാവശ്യമാണ് അല്ലേ? സ്തോത്രം. അപ്പോൾ ഇവിടെ മാർത്ത അടുക്കളയിൽ ഭയങ്കര തിരക്കാ. ഒരു 10 പേര് പോയിട്ട് 2 പേര് അവിചാരിതമായി നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ നമ്മുടെ സഹോദരിമാരുടെ ഒരു വെപ്രാളം കാണണം അല്ലേ? സ്വാഭാവികമാണ്. എന്ത് കൊടുക്കും? അത് സ്നേഹിക്കുന്നവർക്ക്, എല്ലാവർക്കും ഇല്ല. ചിലർ അവർ വന്നിട്ടങ്ങ് പൊയ്ക്കോട്ടെ എന്ന് വിചാരിക്കും. പക്ഷേ ആത്മാർത്ഥമായൊരു സ്നേഹം ഉണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും കൊടുക്കണം, ഈ ഒരു ചിന്തയാകുന്നെങ്കിൽ വെപ്രാളം ഉണ്ടാവും. ഇപ്പോൾ ഈ മാർത്തയ്ക്ക് ഒരാകുലത. യേശു വന്നിട്ട് വെറുതെ വിടാൻ പറ്റത്തില്ല. അവൾ അകത്തോട്ട് കയറി ഓടി നടക്കുക. അപ്പോൾ എൻ്റെ ചിന്തയിൽ ഇപ്പോൾ യേശുവും ശിഷ്യന്മാരും എല്ലാം ഇവിടെ ഇരിക്കുക, ഹോളിൽ ഇങ്ങനെ സോഫയിലും കസേരകളിലൊക്കെ ഇരിക്കുക. യേശു ഇങ്ങനെ ചേർ ഇരിപ്പുണ്ട്, അപ്പോസ്തലന്മാരും ചുറ്റും ഇരിപ്പുണ്ട്. സ്തോത്രമാ. അപ്പോൾ അങ്ങനെ അതിൻ്റെ താഴെ വേറൊരു വ്യക്തി ഇരിപ്പുണ്ട്. ആരാ? മറിയ യേശുവിൻ്റെ കാൽക്കൽ ഇരിപ്പുണ്ട്. അതവിടെ നിൽക്കട്ടെ, അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ആ ഭവനത്തിൻ്റെ അകം. അപ്പോൾ ഇതെല്ലാം ഇതിനകത്ത് നടക്കുമ്പോൾ ഇതിനകത്തൂടെ ഒരുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. അങ്ങോട്ട് പോകുന്നു, ഇടയ്ക്ക് പാത്രം ഒന്ന് കിളിക്കുന്നുണ്ട്, വീണ്ടും ഇങ്ങോട്ട് വരുന്നു, വേർത്ത് കുളിച്ചിരിക്കുക. കാരണം ഇത്രയും കഷ്ടപ്പെടുകയല്ലയോ. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഇവള് ആകെ അങ്ങ് വെപ്രാളം പിടിക്കുക. എന്തിനു വേണ്ടിയാ? ആഹാരം ഒരുക്കാൻ. അപ്പോൾ അങ്ങനെ ആഹാരം ഒരുക്കി ഓടി നടക്കുക. ഓടി നടക്കുന്നതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ട്, പാത്രം എടുക്കുമ്പോൾ ഏതൊക്കെയോ പറയുന്നുണ്ട്, എന്നും വ്യക്തമല്ല. അപ്പോൾ പിറുപിറുപ്പ് ഇതിൻ്റെ ഇടയ്ക്കുണ്ട്. അപ്പോൾ ഇവള് ഓടി നടന്ന് കുറേ നേരമൊക്കെ ഓടി നടന്നിട്ട് ഒരു നിവൃത്തിയില്ലാതെ വന്നപ്പോൾ അവസാനം അവള് യേശുവിൻ്റെ അരികിലേക്ക് വരിക. എന്നിട്ട് കർത്താവേ, എന്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? അപ്പോ ഇവിടെ ശ്രദ്ധിച്ചേ, അവിടെ കുറഞ്ഞ അവൾ കുഴങ്ങിയിട്ടല്ലേ, അങ്ങനെ ഒരു വാക്കില്ലേ? ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് യേശുവിൻ്റെ അരികിൽ വന്നിട്ട് ഇവിടെ യേശുവിനോട് എന്ത് ചെയ്യുക? പരാതി പറയുക. ഇവൾ പറയുന്നത് ഇപ്പം ശ്രദ്ധിക്കണേ. അപ്പോൾ ഇവൾ എന്തോ ആയിരിക്കും. ആരെ കുറിച്ചാണ് പരാതി പറഞ്ഞേ? മറിയെ കുറിച്ച്. അപ്പോൾ ഇവള് ഈ പാത്രം എടുക്കുമ്പോഴും അരി കഴുകി ഇടുമ്പോഴൊക്കെ ആരെ കുറിച്ചാണ് ഈ പുറകുകൊണ്ടിരുന്നേ? അല്ലെങ്കിൽ അവള് പോയി ഇരിക്കുക അല്ലേ? ഞാൻ മാത്രം ഇവിടെ കിടന്ന് കഷ്ടപ്പെടുക. അവൾക്കിത് കാണാൻ മേലെ. യേശുവിൻ്റെ അരികെ വരുന്നതിന് മുന്നേ ഉള്ള വർത്തമാനമാണ് ഞാനീ പറയുന്നത്. അപ്പോൾ സ്വന്തമായിട്ട് ഹൃദയത്തിനകത്ത് പറയുക, ഞാൻ മാത്രം കിടന്ന് കഷ്ടപ്പെടുക. അതുകൊണ്ട് അവൻ നോക്കിയിരിക്കുന്നുണ്ടല്ലേ, അവർ നോക്കിയിരിക്കുന്നുണ്ടല്ലേ. നമ്മളങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പം നമ്മൾ മുന്നേ നോക്കുന്നേ ഞാൻ ചെയ്യുന്ന പോലെ വേറെ ആരെങ്കിലും ചെയ്യുന്നോന്നാ. ഇവിടെ ഇവളുടെ പ്രശ്നം അതാ. വേറെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇതായി അവളുടെ പ്രശ്നം. ഇവള് നോക്കുന്നത്, എടാ നീ ചെയ്യുന്ന കാര്യം നീ ചെയ്യുക എന്നുള്ളതല്ല, എവള് കുഴങ്ങിയ. അവിടെ ഇംഗ്ലീഷ് കൊടുത്താൽ ഷീ ഈസ് ഡിസ്ട്രാക്റ്റഡ് എന്നാ. ആ വേർഷൻ ആരുടെങ്കിലും കൈയുണ്ടോ? Martha was distracted by all these things. അപ്പോൾ ഇവള് ചെയ്യുന്നുണ്ട്. അപ്പം ചെയ്യുന്നത് മാത്രമല്ല, ചെയ്തെങ്കിലും ഇവളങ്ങ് കലങ്ങുക. എന്താ? ഇവളുടെ ഹൃദയത്തിനകത്ത് ഈ ചിന്തയാ, വേറെ ആരും ചെയ്യുന്നില്ലല്ലോ, അവളെന്തിനാ അവിടെ കുത്തിയിരിക്കുന്നേ? അവൾ എന്നോടൊപ്പം വന്നൂടെ, എന്നെ ഒന്ന് സഹായിച്ചൂടെ, ഞാൻ മാത്രം ഇത് ചെയ്യണോ? നോക്കി അവളുടെ ചിന്ത. she was thinking. അപ്പൊ അങ്ങനെ പരിവപ്പെട്ട് യേശുവിൻ്റെ അരികിലേക്ക് വന്ന്, അപ്പോൾ ഇതെല്ലാം ഇവളുടെ മുഖത്ത് പ്രകടമാ. ഏതാ? ഈ ദേഷ്യം, ഈ മറ്റുള്ളവർ ചെയ്യാത്തതിൻ്റെ ആ ദേഷ്യം, ഇതെല്ലാം മുഖത്ത് പ്രകടമാ. അങ്ങനെ യേശുവിൻ്റെ അരികിലേക്ക് വന്നിട്ട് ഇവൾ പറയുക. അപ്പോൾ ഇവിടെ ഇവൾ എന്ത് ചെയ്യുന്നേ? ആരെയാ കുറ്റം പറയുന്നേ? സഹോദരി. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ദേഷ്യമുണ്ട്,
ഉള്ളിൻ്റെ ഉള്ളിൽ പരിഭവമുണ്ട്, ഉള്ളിൻ്റെ ഉള്ളിൽ പരാതിയുണ്ട്. സ്തോത്രം. ചെയ്തത് നല്ലൊരു കാര്യമാണെങ്കിലും യേശുവിൻ്റെ പ്രതികരണം നോക്കിക്കേ. യേശു എന്താ പറഞ്ഞേ? മാർത്തേ മാർത്തേ, ആ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടു. ഓക്കെ, നോക്കിക്കേ. വാസ്തവത്തിൽ യേശുവിന് വേണ്ടി നല്ല കാര്യമല്ലേ മാർത്ത ചെയ്തേ? ഈ 10-12 പേർക്ക് വന്ന് അവർക്ക് ഫുഡ് ഉണ്ടാക്കുന്ന നല്ല കാര്യമല്ലേ, ആവശ്യമല്ലേ? പക്ഷെ യേശു ക്രിട്ടിസൈസ് ചെയ്തത് അവളുടെ ശുശ്രൂഷയല്ല, യേശു വിമർശിച്ചത് അവളുടെ മനോഭാവത്തെയാണ്. അവൾ ചെയ്ത ശുശ്രൂഷ ഓക്കെയാ യേശുവിന്, പക്ഷെ അവളുടെ മനോഭാവത്തെയാ യേശു ശാസിക്കുന്നത്, യേശു ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ദൈവമക്കളെ, ഇതൊന്ന് വലിയൊരു പാഠമാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ യേശുവിന് പ്രസാദമാണ്. പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന മനോഭാവം ദൈവം ക്രിട്ടിസൈസ് ചെയ്യും, ദൈവം അംഗീകരിക്കത്തില്ല. നമ്മൾ എന്തെങ്കിലും ഞാൻ ഒരു കാര്യം എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ചെയ്യരുത്. ചെയ്തിട്ട് മറ്റുള്ളവരെ നമ്മൾ ഞാൻ ചെയ്യുന്നു വേറെ ആരും ചെയ്യില്ലെന്ന് പറയുകയും ചെയ്യരുത്. അപ്പം നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യണം, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷെ ചെയ്തിട്ട് അവർ ചെയ്യാത്ത എന്താ, ഈ മാർത്തയെ പോലെ നമ്മൾ ആകരുത്. ഇവിടെ മാർത്തയുടെ മനോഭാവത്തെയാ യേശു വിമർശിക്കുന്നേ, ശുശ്രൂഷയല്ല. The service was acceptable. യേശു ചെയ്യുന്ന മാർത്ത ചെയ്ത ശുശ്രൂഷ യേശുവിന് അക്സെപ്റ്റബിൾ ആയിരുന്നു, അത് യേശു ആഗ്രഹിക്കുന്ന കാര്യമാണ്. പക്ഷെ അവളുടെ മനോഭാവത്തെയാ യേശു അംഗീകരിക്കാത്തത്. അപ്പോൾ യേശു അവളോട് പറയാ, മാർത്തേ മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെടുക. സ്തോത്രം. അപ്പൊ എവള് പറയുന്ന ജോലിയുണ്ട്, യേശുവേ നിനക്ക് വിചാരമല്ലയോ, നീ ഒരു കാര്യം ചെയ്യ്, അവളോട് നീ പറ. സ്തോത്രം. യേശുവിൻ്റെ ഒരിക്കൽ ഒന്ന് പറയുക, ഇതുപോലൊക്കെ പറയല്ലേ നമ്മളോടും, നമ്മൾ ചെയ്തിട്ട് അവരോടൊന്ന് പറയാത്ത എന്താ കുഴപ്പം, എന്താ അല്ലെങ്കിൽ ഇവരോട് പറയാത്ത കുഴപ്പം എന്താ, ആ ഫാമിലിയോട് അങ്ങനെ പറഞ്ഞ നോ. അപ്പം ഇത് തന്നെയാണ് മാർത്ത ചെയ്തേ. അപ്പം യേശു ഉടനെ പറയുന്നത് എന്താ, അവളുടെ മനോഭാവത്തെ തിരിച്ചറിഞ്ഞിട്ട് അവളോട് മറുപടി പറയാ, മാർത്തേ മാർത്തേ മാർത്തേ. ആ 2 വിളി കേട്ടോ. ഈ 2 വിളിയുടെ സിമ്പൽ എന്താണെന്നറിയാമോ? ലിസൺ ചെയ്യാ, കൺഫേമിങ്. ഓക്കെ. പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മൾ തിരുവനം പഠിക്കുമ്പോൾ സ്നേഹത്തിൻ്റെ കൂടുതലാണ് 2 വിളി കാണുന്നത്. ഈ സ്നേഹിക്കുന്നവർ 2 പ്രാവശ്യം യേശു വിളിച്ചേക്കുന്നത് പല ഭാഗത്തും. ഒത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ, സഹോദരന്മാർ ഒത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ 2 പ്രാവശ്യം വിളിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ യേശുവിനാണെങ്കിൽ മാർത്തയെന്ന് വിളിച്ചാൽ മതിയായിരുന്നു, പക്ഷേ യേശു വിളിച്ച മാർത്തേ മാർത്തേ. അപ്പോൾ 2 വിളി വിളിക്കുക. അപ്പോൾ അതൊരു സ്നേഹത്തിൻ്റെ പ്രകടനം. യേശുവിന് മാർത്തയോട് സ്നേഹമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, യേശു മാർത്തയെ വിമർശിച്ചത് ചെയ്ത ശുശ്രൂഷയല്ല, അവളുടെ മനോഭാവത്തെയാണ് യേശു വിമർശിക്കുന്നത്. ഓക്കെ. മാർത്തേ മാറിയേ, മാർത്തേ നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. കണ്ടോ? അപ്പൊ ഇതാര് കണ്ടു? അപ്പൊ യേശു വിമർശിച്ച കാര്യം മനസ്സിലാക്കണം. അവൾ ചെയ്ത ശുശ്രൂഷയല്ല, പിന്നെ നീ മനം കലങ്ങിയിരിക്കുന്നു, അല്ലേ? സ്തോത്രം. ജീസസ് ക്രിട്ടിസൈസ് നോട്ട് ഹെർ സർവീസ് ബട്ട് ഹെർ ഡിസ്ട്രാക്ഷൻ. അവളുടെ ആ മനസ്സ് കലങ്ങി. ഇവിടെ ഈ മനോഭാവത്തിൻ്റെ പ്രശ്നമാണ് ഇവിടെ വന്നത്. സ്തോത്രം. മറ്റുള്ളവരെ അവൾ കുറ്റപ്പെടുത്തുക. മറിയ എന്നെ ഒറ്റയ്ക്ക് വിട്ടിരിക്കുന്നു എന്നൊക്കെ അവൾ പറയുന്നത്, അല്ലേ? സ്തോത്രം. അവൾ ചെയ്യുന്നത് കർത്താവിന് എന്ന പോലെ മനസ്സോടെ ചെയ്തിരുന്നെങ്കിൽ യേശു ഇതുപോലെ പറയത്തില്ലായിരുന്നു. ഇപ്പോൾ ദൈവമക്കളെ, നമ്മൾ ഏത് കാര്യം ചെയ്താലും എന്ത് ചെയ്യണം? കർത്താവിന് എന്ന പോലെ ചെയ്യണം. മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ നമ്മൾ ഒറ്റ കാര്യം ചെയ്യരുത്. നമ്മൾ ഏത് ചെയ്താലും കർത്താവിന് വേണ്ടി ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിൽ കർത്താവിന് പ്രസാദമുണ്ടാകും. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ കലങ്ങി പരിവപ്പെട്ട് യേശുവിൻ്റെ കാൽക്കൽ ഇരിക്കാൻ? അപ്പോൾ ഇതിൻ്റെ കാരണം മനസ്സിലാകണം. ഇവൾ പരിവപ്പെടുക. എന്നിട്ട് യേശു പറഞ്ഞ എന്ത് മറുപടി? അല്ല ഒന്നും, എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്നും മതി. സ്തോത്രം. അപ്പോൾ ഒരു ആശ്വാസം അവൾക്ക് കിട്ടി. എന്താണെന്നറിയാം? യേശു പറഞ്ഞു, നീ ഒത്തിരി ഒന്നും ഉണ്ടാക്കണ്ട, ഒരു കറി മതി, അല്പവും മതി, കൂടുതലൊന്നും വേണ്ട എന്നാണോ അതിൻ്റെ അർത്ഥം? അല്ലേ? യേശുവിൻ്റെ ഒരിക്കൽ പരിവപ്പെട്ട് അങ്ങോട്ട് ചെന്നപ്പോൾ യേശു പറയാ, മാർത്തേ മറിയേ ഒന്ന് മതി എന്നേ, അല്പം മതി. അതല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചേ, യേശു മറിയ പറഞ്ഞിട്ട്
സ്തോത്രം. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു, കർത്താവ് എന്തുകൊണ്ടാണ് ഇവൾക്ക് ഇങ്ങനൊരു മനോഭാവം ഉണ്ടായത്? എന്തുകൊണ്ടാണ് ഇവൾ ഇങ്ങനെ ചിന്തിക്കേണ്ടി വന്നത്? ഒറ്റ റീസണേ ഉള്ളൂ. യേശുവിൻ്റെ കാൽക്കൽ ഇരുന്ന് ദൈവവുമായിട്ടുള്ള ബന്ധപ്പെടേണ്ട സമയം വന്നപ്പോൾ, അല്ലെങ്കിൽ അതില്ലാതെ മറ്റേതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് ഇവൾ പരിവപ്പെട്ടത്. അതുകൊണ്ട് അവളുടെ ഹൃദയം വ്യാകുലപ്പെട്ടത്. അപ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധമില്ലാതെ നാം ഏത് കാര്യം ചെയ്താലും നമ്മുടെ ഉള്ളിൽ പകയുണ്ടാകും, നമ്മുടെ ഉള്ളിൽ കയർപ്പുണ്ടാകും, നമ്മുടെ ഉള്ളിൽ ദേഷ്യമുണ്ടാകും. അപ്പോൾ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ യേശുവിൻ്റെ സ്തോത്രം കാൽക്കൽ ഇരിക്കേണ്ട സമയത്ത്, ഹല്ലേലൂയ, കർത്താവിൻ്റെ കാൽക്കൽ ഇരിക്കാൻ സമയമെടുക്കാതെ സർവീസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പാടുമില്ല. ഇപ്പം നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നതിനകത്തല്ല പ്രസക്തി, കർത്താവുമായിട്ടുള്ള ബന്ധം വേണം. ഞാനൊരു കാര്യം പറയാം, നമുക്കൊത്തിരി കഴിവുകളൊക്കെ ഉണ്ട്, പക്ഷെ ദൈവമായിട്ടൊരു ബന്ധമില്ലാതെ നാം ഏത് കഴിവ് ചെയ്താലും അതുകൊണ്ട് അർത്ഥമില്ല. നമ്മൾ വർഷിപ്പ് ചെയ്യുന്നു, നമ്മൾ പാട്ട് പാടുന്നു, നമ്മൾ മിനിസ്ട്രി ചെയ്യുന്നു, പക്ഷേ ദൈവവുമായിട്ടൊരു ബന്ധമില്ലാത്ത മിനിസ്ട്രി കർത്താവിന് വേണ്ട. കർത്താവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു സർവീസ് ദൈവത്തിന് വേണ്ട. മനസ്സിലായോ? അപ്പോൾ അൾട്ടിമേറ്റ് എയിം കാര്യം എന്ന് പറഞ്ഞാൽ ആ ബന്ധമാണ്. കർത്താവുമായിട്ടൊരു ബന്ധം വേണം. ബന്ധത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്നതും ബന്ധമില്ലാതെ ചെയ്യുന്നതും വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ ഇവിടെ യേശു പറയുക, എന്നിട്ട് അതുകൊണ്ടാണ് ഇവൾ ഇങ്ങനെ വറീഡാവാൻ തുടങ്ങിയത്. സ്തോത്രം. നമുക്കറിയാം, യു ക്യാൻ വർക്ക് ഇൻ ദ ചർച്ച് ബട്ട് സ്റ്റിൽ മിസ് ദ പ്രസൻസ് ഓഫ് ഗാഡ്. യു ക്യാൻ സിറ്റ് in the church but still miss the presence of God. You can do lot of things for God but still out of the presence of God. ദൈവ സാന്നിധ്യമില്ലാതെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം. You possibly you be busy for Jesus but distract from Jesus. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ബിസി ആയിരിക്കാം, പക്ഷേ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടിരിക്കുക പല ചിന്തകൾ. ഇവിടെ പറഞ്ഞിരിക്കുന്നു, അവൾ മർത്തയെക്കുറിച്ച് ചിന്തിച്ചാൽ അവൾ ബിസിയാ, പക്ഷേ ദൈവസന്നിധിയിൽ ഇരിക്കാൻ അവൾക്ക് കഴിയുന്നില്ല. ഇതാണ് മാർത്തയുടെ സ്വഭാവം. രണ്ടാമത്തെ മറിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താ? മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. She was a devoted disciple. അവിടെ പറഞ്ഞിരിക്കുന്നു, യേശുവിൻ്റെ കാൽക്കൽ ഇരിക്കുക, അല്ലേ? ഷീ സിറ്റ്. ഇപ്പം ആൾക്കാരെല്ലാം വന്നു, ശിഷ്യന്മാരെല്ലാം ഉണ്ട്, പക്ഷെ എവിടെ യേശുവിൻ്റെ കാൽക്കൽ ഇരിക്കുക. എന്നിട്ട് യേശു പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്തിരിക്കുക? ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ദൈവമക്കളെ, അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടുകൂടി സകല. എവൾ യേശുവിൻ്റെ കാൽക്കലിരുന്ന് പ്രാപിക്കുമ്പോൾ അവൾക്ക് ലഭിക്കുന്ന അവളുടെ മനോഭാവം, അവളുടെ ചിന്ത, യേശുമായിട്ടുള്ള ബന്ധം, ഇതാണ് അവളെ ദൈവത്തോട് അടുപ്പിച്ചത്. ഇവിടെ പറഞ്ഞിരിക്കുന്നു, അവൾ യേശുവിൻ്റെ കാൽക്കൽ ഇരുന്നു. സ്തോത്രം. ഇവിടെ 3 കാര്യങ്ങളാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഒന്ന്, ഹെർ ഹ്യൂമിലിറ്റി, ദൈവത്തിൽ ഇരിക്കുവാനുള്ള, കാൽക്കൽ ഇരിക്കുവാനുള്ള ഒരു മനോഭാവം. അതിരിച്ച് പാടാ. കാൽക്കൽ ഇരിക്കണമെങ്കിൽ ശരിക്കും ഒരു താഴ്മ വേണം, അല്ലേ? ഒരു മനുഷ്യൻ്റെ കാൽക്കൽ നമ്മൾ വീഴണമെങ്കിൽ എന്തോ വേണം? നന്നായി താന്നേ പറ്റത്തുള്ളൂ. യഥാർത്ഥമായ ഹ്യൂമിലിറ്റി ഇല്ലാതെ നമുക്ക് താഴാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് എവിടെയെങ്കിലും ദൈവസന്നിധി താഴണമോ, നമുക്ക് ആ ഒരു ഹ്യൂമിലിറ്റി ഹാർട്ട്, ആ താഴ്മയുള്ളൊരു ഹൃദയം നമുക്ക് ആവശ്യമാണ്. ഇതില്ലാതെ ദൈവസന്നിധി താഴാൻ പറ്റത്തില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഷി വാസ് ഒരു ഹ്യൂമിലിറ്റി ഉണ്ടായിരുന്നു. 2, അവൾ താഴുക മാത്രമല്ല, ഷി വാസ് ലിസണിങ്. എന്താ ചെയ്തോണ്ടിരിക്കുക? കേട്ടോണ്ടിരിക്കുക. യു കാൻ ഗ്രോ ഇൻ ക്രൈസ്റ്റ് അൺലെസ് യു സിറ്റ് അണ്ടർ ഹിസ് ഫീറ്റ്. നമ്മൾ പാരമ്പര്യം ഉണ്ടെന്നിരിക്കാം, നമ്മൾ പെന്തക്കോസ്തിൽ വളർന്നതായിരിക്കാം, ജനിച്ചായിരിക്കാം, 10-30 വർഷമുണ്ട്, പക്ഷേ until unless you listen from Jesus you cannot grow in spiritual life. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് വളരാൻ പറ്റത്തില്ല കർത്താവിൽ നിന്ന് ലിസൺ ചെയ്യാതിരുന്നാൽ. ഇപ്പോൾ ഇവളെ സംബന്ധിച്ചുള്ള ഇവളുടെ രണ്ടാമത്തെ ക്വാളിറ്റിയാണ് ഷീ വാസ് ലിസണിങ്. 1, ദ ഹ്യൂമിലിറ്റി. 2, ലിസണിങ്. നമ്പർ 3, ഹർ പ്രയോറിറ്റി. നോക്കിയേ, അവളുടെ പ്രയോറിറ്റി ഇപ്പോൾ എന്താ? അടുക്കളയിൽ പോയി പണി ചെയ്യുന്നല്ല. അവളുടെ പ്രയോറിറ്റി ലഭിച്ച അവസരം യേശുവിൻ്റെ കാൽക്കലിരുന്ന് കേൾക്കുക. സ്തോത്രം. അവൾക്ക് ലഭിച്ച അവസരത്തെ അവൾ നഷ്ടപ്പെടുത്താൻ തയ്യാറായില്ല. അവൾ യേശുവിൻ്റെ കാൽക്കലിരുന്ന് കേൾക്കാൻ തുടങ്ങി. അവളുടെ പ്രയോറിറ്റിയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. സ്തോത്രം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു, അവൾക്ക് മാർത്തയെ സഹായിക്കാമായിരുന്നു, പക്ഷേ ഇവൾ വലുതായി കണ്ടത് യേശുവിൽ നിന്ന് പ്രാപിക്കുന്നതാ.
ദൈവമക്കളെ, നമ്മുടെ പ്രയോറിറ്റിയാണ് യേശു നോക്കുന്നത്. മനസ്സിലായോ? നമ്മൾ ആരാധനയ്ക്ക് വരുന്നതല്ല യേശു നോക്കുന്നേ. ഈ വരുന്നതിനോടുള്ള ബന്ധത്തിലുള്ള നമ്മുടെ പ്രയോറിറ്റിയാണ് യേശു നോക്കുന്നേ. ഒന്നുകൂടി ചിന്തിക്കാം. നമ്മൾ ഈ ആരാധനയ്ക്ക് വരുന്നതല്ല കർത്താവിന് വലിയ കാര്യം. നമ്മൾ വരുമ്പോൾ നമ്മൾ അതിന് കൊടുക്കുന്ന പ്രയോറിറ്റി, അതാ കർത്താവ് നോക്കുന്നേ. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഇന്ന് ആരാധിക്കുന്ന ദിവസം അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ ഒരു സമയം കിട്ടുമ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് നമ്മൾ മറ്റെന്തെങ്കിലും ഓടിയാൽ, മറ്റൊന്നിനു വേണ്ടി ശ്രമിച്ചാൽ, പ്രയോറിറ്റി എവിടെ പോയി? മറ്റേ വിഷയത്തിൽ പോയി, അല്ലേ? നിങ്ങൾ ചോദിക്കാം, നമ്മുടെ പാസ്റ്റർ ജോലി ചെയ്യണം, അത് വ്യത്യസ്തമായൊരു കാര്യമാണ്. അതല്ലാതെ നമ്മൾ ദൈവാലയത്തിലേക്ക് വരേണ്ടത് പ്രയോറിറ്റി കർത്താവിന് കൊടുക്കണം. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മുഖ്യ സ്ഥാനം കർത്താവിന് കൊടുക്കണം. ഇവൾ യേശുവിൻ്റെ കാൽക്കൽ ഇരിക്കാൻ തയ്യാറായി. അവൾക്ക് പ്രയോറിറ്റി യേശുവിന് കൊടുത്തു. മറ്റ് ഏതിനേക്കാൾ പ്രയോറിറ്റി യേശുവിൻ്റെ അലയിലേക്ക് ഇരിക്കുന്നതാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, മരിയ ഹാസ് ചോസൺ ദ ബെറ്റർ പാർട്ട്. അവൾ നല്ല അംശം തിരഞ്ഞെടുത്തു. ഇനി വേറൊരു കാര്യം ചോദിച്ചേ, അതിനോടുകൂടി കർത്താവ് ഒരു വാക്കും കൂടെ പറഞ്ഞു. അത് ഏത്? അത് അവൾ ഇന്ന് അവഹരിക്കാൻ പറ്റത്തില്ല. വാട്ട് എവർ യു ഗെയിൻ ഓൺ ദിസ് വേൾഡ് ക്യാൻ ഗോ. ഈ ലോകത്തിൽ മാർത്തയെ, നീ അടുക്കളയിൽ കിടന്ന് പണിതൊക്കെ ഒറ്റ നേരത്തേക്കുള്ളത്. ഇത് കഴിച്ച് കുറച്ച് 2 മണിക്കൂർ കഴിയുമ്പോൾ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു, ഇത് പോയി. പക്ഷെ മറിയെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതുണ്ടല്ലോ, അത് അവളിൽ നിന്ന് അപകരിക്കാൻ പറ്റത്തില്ല. ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് കർത്താവിൽ നിന്ന് പ്രാപിക്കുന്നതാണ്. കർത്താവിൽ നിന്ന് പ്രാപിക്കുന്നത് എടുക്കാൻ ലോകത്തിന് കഴിയത്തില്ല. കർത്താവിൽ നിന്ന് പ്രാപിച്ച സ്നേഹം അല്ലെങ്കിൽ അതിനെ അപകരിക്കാൻ ലോകത്തിലെ ശക്തിക്ക് കഴിയത്തില്ല. അതുകൊണ്ട് ആ ദൈവത്തെ യഥാർത്ഥമായി രുചിച്ചറിഞ്ഞൊരു വ്യക്തി രക്തസാക്ഷിത്വം മരിക്കാൻ പോലും തയ്യാറാകുന്നതിന് കാരണം അത് അപകരിക്കാൻ, അല്ലെ സ്തോത്രം, ശത്രുവിന് കഴിയത്തില്ല. അത് അപകരിക്കാൻ കഷ്ടതയ്ക്ക് പറ്റത്തില്ല. അത് അപകരിക്കാൻ സ്തോത്രം ജീവിതത്തിൽ അനുഭവിക്കുന്ന മരണത്തിന് കഴിയത്തില്ല. ഏത് പ്രതികൂല ശക്തി വന്നാലും ദൈവത്തിൽ നിന്നും, ദൈവത്തിന്റെ ബന്ധത്തിൽ നിന്നും അതിനെ അപകരിക്കാൻ പറ്റത്തില്ല. അല്ല, നീ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നതുണ്ടല്ലോ, ഒരു ശത്രുവിനും തകർക്കാൻ കഴിയത്തില്ല. അതാ യേശു പറഞ്ഞത്, മറിയ നല്ല അംശം എടുത്തു, അതിനെ അപകരിക്കാൻ ആർക്കും കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുമ്പോൾ വാട്ട് ഈസ് യുവർ പ്രയോറിറ്റി? യേശുവിൽ നിന്ന് പ്രാപിക്കുന്നതാണോ, അതോ യേശുവിന് വേണ്ടി ചിലതൊക്കെ ചെയ്യുന്നതാണോ? സ്തോത്രം. യേശുവിൻ്റെ കാൽക്കലിരുന്ന് ആ ബന്ധം സ്ഥാപിച്ചാലുണ്ടല്ലോ, ആ സ്നേഹം അനുഭവിച്ചാലുണ്ടല്ലോ, ആ സ്നേഹത്തിൽ നീ വന്നു ചേർന്നാലുണ്ടല്ലോ, വിട്ടുപിരിയാൻ. അതാ ഇന്ന് രാവിലെ പാടിയ പാട്ട്, വിട്ടുപിരിയാൻ കഴിയില്ല ആ സ്നേഹം അനുഭവിച്ച ഒരു വ്യക്തിക്ക്. ഇന്ന് പകൽക്കാലം സ്തോത്രം, നിന്റെ ജീവിതത്തിൽ ആ യേശുവിൻ്റെ സ്നേഹം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് വിട്ടുപിരിയാൻ ലോകത്തിലൊന്നിനും കഴിയത്തില്ല. മൂന്നാമത്തെ വ്യക്തിയാണ് ലാസർ. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇന്ന് പകൽക്കാലം ഈ 2 വ്യക്തികളെ നിങ്ങൾ ചിന്തിച്ചേ. സ്തോത്രം. മറിയെക്കുറിച്ച്, മാർത്തയെക്കുറിച്ച്. നമ്മൾ മാർത്തയുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു. അവൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു, പക്ഷേ ഹർ മൈൻഡ് വാസ് ഡിസ്ട്രാക്റ്റിംഗ്. അല്ലെ, പലതിനെക്കുറിച്ച് വ്യാകുലപ്പെടുക, പലത് കമ്പയർ ചെയ്യുക, പലതുമായിട്ട് സ്തോത്രം താരതമ്യപ്പെടുത്തുക, മറിയെ കുറ്റം പറയുക. വിവിധ നിലകളിൽ അവൾ മനസ്സ് വ്യാകുലപ്പെട്ടുകൊണ്ട് എന്തൊക്കെയോ കർത്താവിന് വേണ്ടി ചെയ്തു. പക്ഷെ കർത്താവിന് അതല്ല ആവശ്യം. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. അത് അവൾ നിന്ന് വേർതിരിക്കാൻ കഴിയത്തില്ല. കണ്ണുകൾ ഒരു നിമിഷം അടയട്ടെ. ഇന്ന് പകൽക്കാലം വേർതിരിക്കാൻ കഴിയാത്ത ഒരു ബന്ധം. മറിയ ചോസ് വർഷിപ്പ് ഓവർ വറി. മേരി ചോസ് ദ പ്രസൻസ് ഓവർ ദ പ്രഷർ. മേരി ചോസ് ലിസണിങ് ഓവർ laboring. Mary choose relationship over responsibility. ഇന്ന് പകൽക്കാലം മേരിയുടെ ആ നല്ല പാഠം നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കണം. അവൻ്റെ കാൽക്കലിരിക്കാൻ നമുക്കൊരു താഴ്മയുള്ള ഹൃദയം വേണം. സോ ആർ യു റെഡി ടു ഹാവ് എ ഹ്യൂമിലിറ്റി ഹാർട്ട്? ആർ യു ready to listening from God? Are you ready to change your priority? എല്ലാ കണ്ണുകളും ദൈവത്തിൽ അടയ്ക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.